ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നോമ്പുതുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്, നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള വെള്ളം കുടിക്കാനായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 സ്പൂണായിട്ട് ചിയാ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ കൂട്ടി വെക്കുക, അല്ലാതെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല ഇത് ചേർക്കുന്നത്. അപ്പോൾ കുതിർന്ന് വരാൻ കുറേ ടൈം എടുക്കും. ചിയാ സീഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് തണ്ണിമത്തൻ 1 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ തണ്ണിമത്തൻ ബൗളിലേക്ക് മാറ്റുക. നമ്മൾ മിക്സിയിലൊന്നും ഇത് അടിച്ചെടുക്കുന്നില്ല, കൈ കൊണ്ട് ജസ്റ്റ് ക്രഷ് ചെയ്യുവാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് തണ്ണിമത്തന് പകരം തണ്ണിമത്തൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സും ചേർക്കാം. മുന്തിരി ചേർക്കാം, ഓറഞ്ച് ചേർക്കാം, മാങ്ങ ചേർക്കാം, പൈനാപ്പിൾ ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് തണ്ണിമത്തനും പഴവുമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാലിപ്പൂവൻ പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റോബസ്റ്റ പഴം അതൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ റോബസ്റ്റ പഴം ചേർക്കുമ്പോൾ ഒരു 5 എണ്ണമൊക്കെ ചേർത്താൽ മതി. ഞാനിത് ഏകദേശം ഒരു 10-11ഓളം ഞാലിപ്പൂവൻ പഴം ചെറുതായതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ 3 സ്പൂൺ പഞ്ചസാര ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വേണം എന്നുള്ളവർക്ക് ഇട്ടാൽ മതി. ഞാലിപ്പൂവിൻ്റെ മധുരവും പഴത്തിൻ്റെ മധുരമുണ്ട്, തണ്ണിമത്തൻ്റെ മധുരമുണ്ട്. കുറച്ച് മധുരം കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത്. വേണം എന്നുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ പാലാണ്. തിളപ്പിച്ചാറിയ പാൽ ഒരു 1/2 ഗ്ലാസോളം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമുക്ക് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇതൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഒരു 3/4 ഗ്ലാസത്തോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള മെയിനായിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇതിലേക്ക് കുറച്ച് തൊലി കളഞ്ഞ കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചിയാ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം സെർവ് ചെയ്യാൻ. നമ്മളിത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ കപ്പലണ്ടിയും ചിയാ സീഡും ചേർക്കാൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് മിക്സ് ചെയ്ത് നേരത്തെ കൂട്ടി വെക്കരുത്. അപ്പോൾ ആ ഒരു കപ്പലണ്ടി ഒരു ക്രഞ്ചിനെസ് അത് കിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഞങ്ങളിവിടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മളൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഒരുപാട് വയറ് നല്ല തണുപ്പും കിട്ടും, നല്ല റിഫ്രഷിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിനൊന്നും ഒട്ടും ലൈക്കും വ്യൂസും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക്